നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിനോദസഞ്ചാരികളെ കാട്ടുപോത്ത് ആക്രമിച്ചതിനെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്ന കക്കയം എക്കോ ടൂറിസം കേന്ദ്രത്തിൽ ഇന്നു മുതൽ സന്ദർശകരെ അനുവദിക്കും. കക്കയം ഫോറസ്റ്റ് ഓഫീസിൽ KM സച്ചിൻ ദേവ് MLA സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് ഇതു സംബന്ധിച്ച് തീരുമാനമായത്. കക്കയം ഡാം സൈറ്റ് മേഖലയിലേക്കുള്ള പ്രവേശനം നേരത്തെ ആരംഭിച്ചിരുന്നുവെങ്കിലും എക്കോ ടൂറിസം സെന്റർ തുറക്കാത്തതിനാൽ ഇവിടുത്തെ പ്രധാന ആകർഷണ കേന്ദ്രമായ ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ജനുവരി 20-നാണ് എറണാകുളം സ്വദേശിയായ യുവതിയെയും മകളെയും കാട്ടുപോത്ത് ആക്രമിച്ചത്. പിന്നീട് മാർച്ച് 5-ന് പ്രദേശത്തെ കർഷകനായ പാലട്ടിയിൽ അബ്രഹാമിനെ കാട്ടുപോത്ത് കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ ഇവിടേക്ക് പ്രവേശനം അനുവദിക്കുന്നത് അനിശ്ചിതമായി നീളുകയായിരുന്നു. ടൂറിസം കേന്ദ്രം അടച്ചിട്ടതിനാൽ വിനോദസഞ്ചാരികളെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന വ്യാപാരികളും ഓട്ടോ ടാക്സി ജീവനക്കാരും ദുരന്തത്തിലായിരുന്നു. ഇവർക്ക് ആശ്വാസമേകുന്ന തീരുമാനം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വനമേഖലയോട് ചേർന്നുള്ള ഉരുക്കുഴി ഭാഗത്തേക്കുള്ള പ്രവേശനത്തിന് സുരക്ഷ ഉറപ്പുവരുത്തുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു.